ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നു. ആലപ്പുഴയിലെ ഗൺമാൻമാരുടെ മർദ്ദനത്തിൽ പോലീസ് റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നു. SIT യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ മർദ്ദിച്ചത് ചട്ടവിരുദ്ധമാണെന്നാണ് റിപ്പോർട്ടിലുള്ളത്. ഉദ്യോഗസ്ഥർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തേണ്ടതുണ്ട് എന്ന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു. റിപ്പോർട്ട് DGP പരിശോധിച്ച ശേഷം നടപടിയുണ്ടാകും. ഹരിമോഹന ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ഹരി, റിപ്പോർട്ടിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നൽകുന്നത്. നമ്മൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്ത വിഷയങ്ങളുണ്ട്. സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായിരിക്കും. കുറ്റകൃത്യമായി കണക്കാക്കണമെന്ന് തന്നെയാണ് റിപ്പോർട്ടിൽ പറയുന്നത്, അല്ലേ? വിശദാംശങ്ങൾ എന്താണ്? മുൻപാണ് റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്തിന് കൈമാറിയത്. ആലപ്പുഴ ഗൺമാൻമാരുടെ മർദ്ദനം അന്വേഷിക്കുന്ന SP ഷൌക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള SITയുടെ റിപ്പോർട്ടാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. DGP ഇപ്പോൾ ഈ റിപ്പോർട്ട് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ആ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം അത് ആഭ്യന്തര സെക്രട്ടറിക്ക് കൈമാറി അതിനെ തുടർന്നായിരിക്കും പിന്നീട് നടപടി ഉണ്ടാവുക. ആഭ്യന്തരമന്ത്രി അടക്കം ഈ റിപ്പോർട്ട് കാണേണ്ടതുണ്ട്. കാരണം അത് വകുപ്പ് തല നടപടിയാണ്. മാത്രമല്ല വിവാദമായ ഒരു വിഷയമായതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ അനുമതിയോടുകൂടി തന്നെയായിരിക്കും ഇത്തരമൊരു നടപടിയിലേക്ക് കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ റിപ്പോർട്ടിലുള്ള വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ കണ്ടെത്തലുകൾ കൂടിയാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതായത് മർദ്ദനം ചട്ടവിരുദ്ധമാണ്, പൂർണ്ണമായിട്ടും ചട്ടവിരുദ്ധമാണ്. മാത്രമല്ല സുരക്ഷാ വീഴ്ച അടക്കം അന്ന് ഉണ്ടായിരുന്നു ഈ ചട്ടവിരുദ്ധമായ പ്രവൃത്തി മൂലം എന്നുള്ളതാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. മാത്രമല്ല വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ഈ 5 പേർക്കുമെതിരെ, അതായത് പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസർ ആയിരുന്ന അനിൽകുമാറിനും സന്ദീപിനും അരുണും ഷൈജുവിനും വിപിനും ഈ 5 പേർക്കുമെതിരെ ചുമത്തേണ്ടതുണ്ട്. ഇതൊരു കുറ്റകൃത്യമായി തന്നെ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ SITയുടെ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. വകുപ്പ് തല നടപടി എന്തായാലും അതിനകത്ത് എടുത്തേ മതിയാകൂ എന്നുള്ളതാണ്. കാരണം മുൻപ് ഇവരെ പ്രതിയാക്കുന്ന ഘട്ടത്തിൽ ഒന്നും തന്നെ പ്രതിയാക്കുന്ന ഘട്ടത്തിൽ ഒരു തരത്തിലും നടപടി, വകുപ്പ് തല നടപടിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള നടപടിയോ ഒന്നും തന്നെ സ്വീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ DGP അടക്കം പരിശോധിച്ചുകൊണ്ടായിരിക്കും ഇനിയിപ്പോൾ സസ്പെൻഷൻ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിനീത, ഇതിലിപ്പോൾ സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. തിരികെ സർവീസിലേക്ക്, അതായത് ഗൺമാൻമാർ എന്നതിൽ നിന്ന് വിടുതൽ വാങ്ങി തിരിച്ചു പോന്നിട്ടുണ്ടോ? ഇവർ ഇപ്പോൾ സർവീസിൽ തുടരുകയല്ലേ? തീർച്ചയായിട്ടും വിനീത, അവരിപ്പോഴും സർവീസിലുണ്ട്. ഇതിൽ ഗൺമാൻമാർ എന്നുള്ള നിലയിൽ, അതായത് പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറായി അനിൽകുമാർ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ പേഴ്സണൽ സെക്യൂരിറ്റി ഓഫീസറായി അനിൽകുമാർ തുടരുന്നുണ്ട്. പക്ഷെ അതേസമയം സന്ദീപ് തിരികെ സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിലേക്ക് തിരികെ പോന്നിട്ടുണ്ട്. മറ്റുള്ളവരും തിരികെ അതാത് യൂണിറ്റുകളിലേക്ക് വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരെല്ലാവരും സർവീസിൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത് പ്രധാന കാര്യം. കാരണം ഒരു കേസിൽ പ്രതിയായിട്ട് പോലും ഇവർ സർവീസിൽ തന്നെ തുടരുന്നു എന്നുള്ളതും അവർക്കെതിരെ ഇതുവരെയുള്ള നടപടികളെല്ലാം തന്നെ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതുമാണ് നമുക്ക് ഈ കഴിഞ്ഞ വളരെ കുറച്ച് ദിവസങ്ങളിൽ SIT നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. SP ഷൌക്കത്ത് അലിയുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഒക്കെ തന്നെ ഈ അട്ടിമറി ബോധ്യപ്പെട്ടതുമാണ്. അതായത് തുടക്കം മുതൽ ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവിയായിരുന്ന ചൈത്ര തെരേസ ജോണിന്റെ റിപ്പോർട്ട് അടക്കം പൂഴ്ത്തിവെച്ചുകൊണ്ട് ഗൺമാൻമാരെ സഹായിക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ പോലീസ് തലപ്പത്ത്, അതായത് ADGP MR അജിത്കുമാറിന്റെ നേതൃത്വത്തിൽ നടന്നു എന്നതടക്കം SP ഷൌക്കത്ത് അലിയുടെ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് കൂടി ഇനി ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഈ നടപടിക്ക് അടക്കം ശുപാർശ ചെയ്തുകൊണ്ടുള്ള ഇടക്കാല റിപ്പോർട്ടാണ്. അത് ഗൺമാൻമാർക്കെതിരെ മാത്രമാണ്. പക്ഷേ ഇനിയിപ്പോൾ വരാനുള്ളത് ഏറ്റവും പ്രധാന കാര്യം, ADGP MR അജിത്കുമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇതിൽ ഒരു അട്ടിമറി നടത്തിയിട്ടുണ്ട്, റിപ്പോർട്ട് അടക്കം പൂഴ്ത്തിവെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പ്രധാന കാര്യമാണ്. ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്നുള്ളതിന് ശേഷം അതിനുശേഷം അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിലായി ADGPയുടെ ഓഫീസിൽ വെച്ചുകൊണ്ട് തന്നെ കേസ് ഡയറിയും അന്തിമ അന്വേഷണ റിപ്പോർട്ടും തിരുത്തി എന്നുള്ള കണ്ടെത്തലുകൾ കൂടി SIT നടത്തിയിട്ടുണ്ട്. അതായത് മൂന്ന് ഉദ്യോഗസ്ഥരെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചു വരുത്തി 3 ദിവസത്തോളം അവിടെ താമസിപ്പിച്ച് വയനാട് ദുരന്തം മറയാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ ഈ അന്തിമ അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചത് എന്നതടക്കം 5 ഉദ്യോഗസ്ഥരുടെ മൊഴി പല ഘട്ടങ്ങളിലായി SIT ഇപ്പോൾ ശേഖരിച്ചു കഴിഞ്ഞു. അതിൽ 2 DYSPമാർ കൂടിയുണ്ട് ആ മൊഴി നൽകിയതിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. മാത്രമല്ല സമ്മർദ്ദം താങ്ങാനാവാതെ ഒരു DYSPയോടൊപ്പം പോയ മറ്റൊരു ഗ്രേഡ് SI തലകറങ്ങി വീണതടക്കമുള്ള കാര്യങ്ങൾ ഇതിനോടകം SITക്ക് ബോധ്യപ്പെട്ടു. അതിന്റെ മെഡിക്കൽ രേഖകൾ അടക്കം പരിശോധിച്ചുകൊണ്ട് കൂടുതൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും രണ്ടാമത്തെ റിപ്പോർട്ട്. അതായത് ഇപ്പോഴുള്ള ഗൺമാൻമാർക്കെതിരായിട്ടുള്ള റിപ്പോർട്ടല്ല, മറിച്ച് ADGP MR അജിത്കുമാർ അടക്കം 2 ഗ്രേഡ് SIമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ഇനിയിപ്പോൾ തെളിവ് നശിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചുമത്തിക്കൊണ്ട്, വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ ഉണ്ടാവുക. ആ റിപ്പോർട്ട് കൂടി വന്നു കഴിയുമ്പോഴായിരിക്കും ഇനിയിപ്പോൾ ഇതിന്റെ ചിത്രം തെളിയുക. എങ്ങനെയാണ് സർക്കാർ ഇക്കാര്യത്തിൽ നടപടി സ്വീകരിക്കുക? ഗൺമാൻമാർക്കെതിരെ മാത്രമേ നടപടി സ്വീകരിക്കുകയുള്ളൂ, അതോ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച ഉന്നത ഉദ്യോഗസ്ഥനടക്കം പിടി വീഴുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ നോക്കിക്കാണേണ്ടുന്ന ഒരു കാര്യം. എന്തായാലും 30 ദിവസത്തെ സമയം പരമാവധി നൽകിയിരുന്നു. 15 ദിവസത്തിനുള്ളിൽ ഇടക്കാല റിപ്പോർട്ടിനുള്ള സമയവും നൽകിയിരുന്നു. പക്ഷേ ഒരാഴ്ചക്കുള്ളിൽ
ഒരാഴ്ച പോലും എടുക്കുന്നതിന് മുൻപ് തന്നെ ഇടക്കാല റിപ്പോർട്ട് സമർപ്പിച്ചു എന്നുള്ളതാണ് പ്രധാന കാര്യം. കാരണം ദൃശ്യങ്ങളൊക്കെ തന്നെ തുടക്കം മുതൽക്ക് ഒരു തെളിവായി ഉണ്ടായിരുന്നു. മാധ്യമങ്ങൾ എടുത്ത ചിത്രങ്ങളുണ്ട്, സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച ദൃശ്യങ്ങളുണ്ട്. ഇതിന്റെ എല്ലാം തന്നെ ആധികാരികത പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ നേരത്തെ കണ്ടുകിട്ടിയിട്ടില്ല എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ ആലപ്പുഴ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി കേസ് പരിഗണിക്കുന്ന സമയത്ത് അന്ന് കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥർ ആദ്യം പറഞ്ഞത്. പക്ഷെ പിന്നീട് കോടതി തന്നെ ഈ റിപ്പോർട്ട് നേരിട്ട് പരിശോധിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് പിന്നീട് ഒരു തുടരന്വേഷണത്തിന് കോടതി നിർദ്ദേശിക്കാനുണ്ടായ കാരണം. പക്ഷെ ആ തുടരന്വേഷണത്തിന് നിർദ്ദേശിച്ച ശേഷം പോലും 1.5 വർഷത്തോളം അതിൽ നടപടിയെടുക്കാതെ LDF സർക്കാർ പിടിച്ചുവെച്ചു എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് UDF സർക്കാർ അധികാരത്തിലേറി തൊട്ടു പിന്നാലെ തന്നെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ തന്നെ അതിൽ തുടരന്വേഷണത്തിന് ഒരു SIT രൂപീകരിക്കാനുള്ള നിർദ്ദേശമുണ്ടായി എന്നുള്ളതാണ്. അതായത് ഒരു രാഷ്ട്രീയ തീരുമാനത്തിനപ്പുറത്തേക്ക് കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാനുള്ള തീരുമാനം കൂടിയാണ് UDF സർക്കാർ എടുത്തത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ SITയെ സംബന്ധിച്ച് മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല. ഇനിയിപ്പോൾ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കണം, വകുപ്പ് തല നടപടി ഉണ്ടാകണം. എന്തായാലും അത് 1-2 ദിവസത്തിനുള്ളിൽ പരമാവധി വേഗത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. വിനീത, ശരി, ഏതായാലും റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. ഇനി തുടർ നടപടികൾ എന്ത് എന്നതാണ് അറിയേണ്ടത്. ഗൺമാൻമാർക്ക് സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടായേക്കുമെന്ന് അറിയുന്നു. തുടർ നടപടികൾ എന്താണെന്ന് അറിയണം. ഒപ്പം ഈ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ച MR അജിത് കുമാറിനെതിരെ, ഉന്നത ഉദ്യോഗസ്ഥനായ MR അജിത് കുമാറിനെതിരെ എന്ത് നടപടി ഉണ്ടാകുമെന്നും കൂടി അറിയേണ്ടതുണ്ട്. ഹരിമോഹനാണ് വിശദാംശങ്ങൾ നൽകിയത്. റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. അത് വിശദമായി പരിശോധിച്ച ശേഷമായിരിക്കും DGP തുടർ നടപടികളിലേക്ക് നീങ്ങുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.